ഹലോ വെൽക്കം ടു ജിപ്പോൾ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വോളിയം എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. അപ്പം ഇവിടെ എന്താണ് ഫൈൻഡ് ദ വോളിയം ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ ടീ പോലെ ഇരിക്കുന്ന ഈ ഷേപ്പിൻ്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടീ പോലെയുള്ള ഷേപ്പിനെ നമുക്ക് രണ്ട് ഷേപ്പുകളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. നമുക്കതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. നമ്മളതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കും കിട്ടും, വേറൊരു റെക്റ്റാങ്കുലർ ബ്ലോക്കും കിട്ടും അല്ലേ. നമുക്കൊരു റെക്റ്റാങ്കുലർ കിട്ടും, രണ്ടാമത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്കും കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ആദ്യം ഒന്നിൻ്റെ കാണുന്നു, രണ്ടാമതായി രണ്ടാമത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ വോളിയം കാണുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ ബ്ലോക്കിന്റെ വോളിയം കാണാം. അപ്പോൾ വോളിയം ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ലേ, വോളിയം ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണം, ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, അതേപോലെ തന്നെ ഹൈറ്റും വേണം അല്ലേ. ഇവിടെ ലെങ്ത് എത്രയാണ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 6 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതും 6 തന്നിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഒരു പോർഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തറിയാം, നമുക്ക് ഈ ലെങ്ത് 4 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഈ ലെങ്ത് 4 ആണെങ്കിൽ ഈ ലെങ്ത്തും 4 ആയിരിക്കും അല്ലേ. ഇനി ഈ ലെങ്ത് 4 ആണെങ്കിൽ ഈ ലെങ്ത്തും എന്തായിരിക്കും, 4 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണ്, 6 + 4 + 6 ആണല്ലേ. അപ്പോൾ ലെങ്ത് എന്തായി, 6 + 4 + 6 ആയി. അതെത്രയാണ്, 16 സെൻറ്റിമീറ്റർ ആണ്. ഈ മെഷർമെൻറ്റ്സ് എല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പം ഇനി ബ്രെഡ്ത്ത് എന്താണ് നമുക്കറിയാം അല്ലേ, അത് 4 ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ഹൈറ്റ് എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലെങ്ത് കിട്ടി, ബ്രെഡ്ത്ത് കിട്ടി, ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ വോളിയം എന്താണ്, L × B × H ആണ് അല്ലേ. അതെത്രയാണ്, 16 × 4 × 3. അപ്പോൾ 4 × 3 എന്താണ്, 12 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ 16 × 12 എന്ന് എഴുതാം. അതെത്രയാണ്, 16 × 12, 6 × 2 12 ആണ്. 2 × 1 2 + 1 3, 0 1 6. നമുക്ക് എന്ത് കിട്ടി, 192 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് 192 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി അല്ലേ, 192 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ വോളിയം ഓഫ് സെക്കൻഡ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, അതേപോലെ ഹൈറ്റും വേണം അല്ലേ. അപ്പോൾ ലെങ്ത് എന്താണ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതാണ് ലെങ്ത് അല്ലേ, അത് 11 ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്റർ. ഇനി ബ്രെഡ്ത്ത് എന്താണ്, 4 ആണ്, അതും തന്നിട്ടുണ്ട്. ഇനി ഹൈറ്റ് എന്താണ്, 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കിട്ടിയ സ്ഥിതിക്ക് വോളിയമും നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ വോളിയം എന്താണ്, ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് ആണ്. അപ്പോൾ അത് എത്രയാണ്, 11 × 4 × 3. അപ്പോൾ 4 × 3 എന്ന് പറയുന്നത് 12 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 11 × 12 എത്രയാണ്, 132 ആണ് അല്ലേ, 132 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഫസ്റ്റ് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം 192 എന്ന് കിട്ടി, സെക്കൻഡ് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം 132 എന്ന് കിട്ടി. ഇതിൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്, 192 + 132 ആണല്ലേ. ഫസ്റ്റ് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയവും സെക്കൻഡ് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയവും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 192 + 132. ഇത് ആഡ് ചെയ്താൽ 4 9 + 3 12 3. അപ്പോൾ 324 സെൻറ്റിമീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ എന്താണ് 324 ക്യൂബിക് സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ എന്താണ് 324 ഘന സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ടി എന്ന ഷേപ്പിൽ നമ്മൾ രണ്ട് ഭാഗങ്ങളാക്കി. എന്നിട്ട് നമ്മൾ ആദ്യത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിച്ചു, അതിനുശേഷം രണ്ടാമത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിച്ചു, അതിനുശേഷം നമ്മൾ ഇത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ടി ഷേപ്പിലുള്ള ഈ ഒരു ഇമേജിൻ്റെ ടോട്ടൽ വോളിയം നമുക്ക് കിട്ടി.